അപ്പം നമുക്ക് മനസ്സിലാകുന്ന ഒരു പുലിയുടെ സാന്നിധ്യം തന്നെ നമ്മുടെ കുന്നത്തൂർ നാട്ടിലുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പം ഞാൻ കയറിപ്പോണെങ്കിൽ വഴി വേണം. അപ്പോൾ 1-2 വഴിക്ക് എന്നിട്ട് ഇങ്ങനെ എന്തു ആട്ടെന്നോർത്ത് ഒന്ന് നോക്കിയപ്പോഴത്തോളം ഇത് അവിടെ കിടക്കുമായിരുന്നു. മനുഷ്യന്റെ മുതൽ ഉപദ്രവം ഉണ്ടായെങ്കിൽ മാത്രമേ ഇവരിതിന് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കൂ എന്നുള്ള തീരുമാനമാണെങ്കിൽ തുടർന്ന് ശക്തമായ സമരത്തിലേക്കോ അല്ലെങ്കിൽ ശക്തമായ നിലപാടിലേക്കോ ഇവിടെ നാട്ടുകാർ മാറും എന്നുള്ളത് ഇപ്പോൾ നമ്മൾ അറിയിക്കുകയാണ്. ട്രൂ മീഡിയ കേരളയിൽ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ പഞ്ചായത്തിലെ കുന്നത്തൂർ പാടിയിലെ ജനങ്ങളുടെ ആശങ്കകളാണ്. കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇവിടുത്തെ ജനങ്ങൾ വളരെ ആശങ്കയിലാണുള്ളത്. പുലി ആണ് എന്ന് നാട്ടുകാർ പറയുന്നു. വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നു. അതോടൊപ്പം തന്നെ വീടിന് പുറത്തിറങ്ങുമ്പോൾ പുലിയുടെ സാദൃശ്യമുള്ള ജീവിയെ കാണുന്നു. പുലി എന്ന് അവർ പറഞ്ഞിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അത് പാക്കാനാണ്, വന്യജീവിയാണെന്നൊക്കെയാണ്. പുലിയാണ് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷെ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് പുലി തന്നെയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം. വളരെ ആശങ്കയിലാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഈ കുന്നത്തൂർ പാടിയിലെ ജനങ്ങളുള്ളത്. അവരുടെ വിഷമങ്ങൾ, അവരുടെ പരാതികൾ എന്താണെന്ന് നേരിട്ട് തന്നെ നമ്മൾ ചോദിച്ചറിയാൻ വേണ്ടി പോവുകയാണ്. ദിവസമായി ഇവിടെ എന്തോ ഒരു അജ്ഞാത ജീവി, ഫോറസ്റ്റുകാർ പറയുന്നത് പുലി എന്നൊക്കെയാണ് അവർ ഒരിടയ്ക്ക് പറഞ്ഞു. കുറച്ചപ്പുറത്തൊരു വീട്ടില് പല പ്രാവശ്യം വന്നു. അവിടെ അല്ലേ സോയ ഒരു പ്രാവശ്യം വന്ന പട്ടീനെ പിടിച്ചോണ്ട് പോയി. ഒരു പട്ടിക്ക് എന്താ പറയാ നല്ലൊരു പരിക്ക് പറ്റി. ഫോറസ്റ്റുകാർ ക്യാമറ കൊണ്ട് വെച്ചു, അതിൽ വിഷ്വലൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ അതിനുശേഷം കുഞ്ഞിപ്പറമ്പ് ഒരു ദിവസം ഇതേപോലെ ഒരാൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. അതും അയാൾ നേരിട്ട് കണ്ടു, പക്ഷെ ഫോട്ടോ എടുക്കാനോ കാര്യമൊന്നും പറ്റിയിട്ടില്ല. അതിനുശേഷം ഇപ്പൊ ഇന്നലെ ഈ പെണ്ണുങ്ങള് വൈകുന്നേരം വെള്ളം തിരിക്കാൻ പോകുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് അവിടെ വെച്ച് കണ്ടു. അവരോടി തിരിച്ചു പോന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളെ എല്ലാം വിളിച്ചു. ഞങ്ങൾ വന്നു, ഫോറസ്റ്റുകാർ വന്നു രാത്രി. പക്ഷെ അതൊന്നും കണ്ടിട്ടില്ല. ഇന്ന് രാവിലെ അവർ തന്നെ തുണി അലക്കുന്ന സമയത്ത് അവർ വീടിന്റെ പുറകുവശത്ത് വന്നു. അപ്പോൾ അവർ രണ്ടാമത് വന്ന് ഞങ്ങൾ ഫോറസ്റ്റുകാർ വിളിച്ചു. ഇവിടെ അനക്കം കേട്ട് നോക്കിയതാണ്. ഏതായാലും ഫോറസ്റ്റുകാർ വിളിച്ചു, അവർ വന്നു. ഇപ്പം കൊണ്ടുവന്ന് ഏതായാലും 2 ക്യാമറ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് വേറെ ഒന്നുമല്ല, ഒരു ഭീകരതയായി. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ്, എത്ര ദിവസമായി, കുന്നത്തൂര് ഇതേപോലെ ഒരു പട്ടീനെ പിടിച്ച് കുറച്ച് ദിവസമായി റേഷൻ കട പറയില്ല. ആ പട്ടിക്ക് നല്ല പരിക്കാണ്. അത് ചത്തുപോയി നല്ല പട്ടി. ആ പട്ടി വീട്ടുകാർ വിടുന്നില്ല ടവർ വെട്ടാൻ. കാരണം ഒരു മാസമായി ഇത് അറിഞ്ഞിട്ട് അതിപ്പോ നമ്മൾ റബ്ബർ വെട്ടിയിട്ടേ ഇല്ല. നമ്മുടെ ഫോറസ്റ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഇപ്പം വെള്ളമില്ലാണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് അത്യാവശ്യം നമ്മൾ മേടിച്ചിട്ടാണ് അത്യാവശ്യം വെള്ളം തിരിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയാണുള്ളത്. ഇതായി പോയി പിന്നെ പുലിനെ പേടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. വീട്ടിൽ നിന്ന് പറയാൻ വിടാൻ സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു ആശങ്ക പരിഹരിക്കണം എന്നാണ് നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ ശക്തമായൊരു സമരത്തിലേക്ക് ഞങ്ങൾ നീങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നൈറ്റിൽ വരുന്നുണ്ടോ? നൈറ്റിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരിവിടെ വന്ന് നോക്കിയിട്ട് പോകുന്നല്ലാതെ അവരും മനുഷ്യരല്ലേ. അപ്പൊ അവര് ശരിക്കൊരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ 4ാമത്തെ ട്രിപ്പാണ് ഇപ്പൊ പുലിനെ കാണുന്നു പറയുന്നത്. പക്ഷെ അതിനൊരു അനുകൂലമായിട്ടൊരു തീരുമാനം ഇതുവരെയും അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് നമ്മളെ വിഷമിക്കുന്നത്. നമ്മുടെ ഈ നാട്ടിലെ കുറേ സ്ഥലങ്ങളുണ്ട്, അതിന് ആളും ഇല്ല, ഉത്തരവാദിത്വം ഇല്ലാണ്ടുണ്ട്. അത് നിർബന്ധമായിട്ട് തെളിക്കാൻ പഞ്ചായത്തോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആരെങ്കിലും നിർബന്ധമായിട്ട് എല്ലാ സ്ഥലങ്ങളും, ഇങ്ങനെ കാട് കയറി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ തെളിക്കാനുള്ള ഒരു അടിയന്തരമായ നടപടി ഉണ്ടാവണം. അത് പഞ്ചായത്തായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല. കാരണം ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പം കാട് കയറി വെറുതെ കിടക്കുക, സ്ഥലത്തിന്റെ ആളെ പോലും അറിയില്ല. അപ്പൊ അതിന് എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് തെളിച്ചാൽ തന്നെ ഇവിടെ പകുതി സമാധാനമായി. അത് അവർ തെളിക്കാൻ പോലും മനസ്സ് കാണിക്കില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ തെളിക്കും, അന്നൊരാളുണ്ടാവുമല്ലോ. തെളിക്കും, ഞങ്ങൾ താമസിക്കാൻ ആളെ അല്ല. നമ്മൾ ഇതിന്റെ ഒരു തീരുമാനം ഇന്ന് ഒരു നാളെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഉടനെ അത് ശക്തമായ ഒരു തീരുമാനം നമ്മുടെ നാട്ടുകാരുടെ ഭാഗത്തുണ്ടാവും. ഞങ്ങളത് അതിനുള്ള എന്താ തീരുമാനം വെച്ചാൽ ഞങ്ങളെന്നെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെ നാട്ടുകാർ വെക്കുന്നത്. കാരണം നമുക്ക് പ്രായമായവരുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ മൃഗങ്ങൾ, വളർത്തുന്ന മൃഗങ്ങളുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂൾ തുറക്കാനായി. അപ്പോൾ നമ്മൾ ഇത് പറ്റുന്നതിന് മുമ്പായിട്ട് നമുക്ക് നടപടി ഈ അധികൃത ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളത് ശക്തമായിട്ട് തന്നെ ഒരു സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സംഭവം 5:45 ഇന്നലെ ഞാൻ ഒരു കത്തി എടുത്ത് വെള്ളം തിരിക്കാൻ വേണ്ടി അവിടെ ഏപ്പ് പൊട്ടി പോകുന്നയാ. അവിടെ പോയി നോക്കാന്ന് ഓർത്ത് പോയി. അപ്പം അങ്ങോട്ട് പോയപ്പം അവിടെ എന്തൊക്കെയോ കിടപ്പുണ്ട്, കാൽപ്പാടെല്ലാം കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ സംശയം തോന്നി. അപ്പൊ ഞാൻ കയറിപ്പോണെങ്കിൽ വഴി വേണം. അപ്പൊ 1-2 വഴിക്ക് എന്നിട്ട് ഇങ്ങനെ എന്തു ആട്ടെ എന്ന് ഓർത്ത് ഒന്ന് നോക്കിയപ്പോഴത്തോളം ഇത് അവിടെ കിടക്കുമായിരുന്നു. ഇത് കടന്നു, പെട്ടെന്ന് ഇത് ഏറ്റു അങ്ങോട്ട് മാറി. അന്നേരം ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് ഇവിടെ വീണ് എനിക്ക് പനി വരെ പിടിച്ചിട്ട് കാല് വരെ ഒടിയേണ്ടതായിരുന്നു, കുഴിയിൽ ചാടിയിട്ട്. പിന്നെ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് അലക്കുമ്പോ അതാ ഇവിടെ 2 പുലി. പട്ടിയല്ല, കുറുക്കനുമല്ല, പന്നിയല്ല. മറ്റെന്തോ ഒരു ജീവി. വാല് നീണ്ടിട്ട് അധികം വണ്ണമില്ല. അങ്ങനെ അതുപോലെ കണ്ടേ.
എന്നിട്ട് ഞാൻ ആ വീട്ടുകാരെ ചെന്ന് വിളിച്ചു. അന്നേരം അവരവിടെ ഇല്ല. അത് കഴിഞ്ഞ് പിന്നെ അവരില്ല. അന്നേരം ആ വീട്ടുകാരെ ചെന്ന് അവരെ ഏറ്റില്ല. പിന്നെ കടന്നുറങ്ങി അവരെ വിളിച്ചിട്ട് ഞാൻ പോയി നോക്കി. ഞങ്ങൾ പോയി നോക്കുമ്പോൾ സാധനം അവിടെ ഇല്ല. പോയി. ഇപ്പോൾ നാട്ടുകാരുടെ ഒക്കെ ആശങ്കകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇപ്പോൾ വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മെമ്പറെ വളരെ ആശങ്കയിലാണ്. ഒരു മാസക്കാലമായി കുന്നത്തൂർപ്പാടിയിലെ ജനങ്ങളൊക്കെ വളരെ ആശങ്കയിലാണുള്ളത്. കർഷകരാണ്, അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ നാളെ മുതൽ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഇപ്പോൾ വനപാലകർ വന്നതിന് ശേഷം ഒരു ക്യാമറ വെച്ചിട്ട് പിറ്റേ ദിവസം ക്യാമറ എടുത്തിട്ട് പോവുക, അവർ യാതൊരു നടപടി എടുക്കുന്നില്ലെന്നാണ് ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത്. എന്താണ് ഇപ്പോൾ മെമ്പർക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ചാൽ, ഒരു മാസമായി ഇവിടെ കുന്നത്തൂർപ്പാടി പ്രദേശങ്ങളിലായിട്ട് പുലിയുടെ ശല്യമാണെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ വിളിക്കുന്നു, നമ്മൾ പോകുന്നു. പക്ഷേ നമ്മൾ അത് ഫോറസ്റ്റിനെ അറിയിക്കുന്നതനുസരിച്ച് അവർ വരുന്നുണ്ട്, ക്യാമറ വെക്കുന്നു. പക്ഷേ അവർ പിറ്റേ ദിവസം അതിൻ്റെ വിഷ്വൽ നോക്കിയിട്ട് വിഷ്വലിലൊന്നും പതിഞ്ഞില്ല എന്നാണ് നമ്മളോട് പറയുന്നത്. അതിനുശേഷം ഒരു 8 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് നമ്മുടെ ഈ ഭാഗത്ത്, കുഞ്ഞിപ്പറമ്പ് ഭാഗത്ത് ഒരു ചേട്ടൻ പുലിയെ കണ്ടതായിട്ട് പറഞ്ഞു. അന്നേരം ഈ ഫോറസ്റ്റുകാർ വന്നു. പക്ഷേ വന്നു നോക്കുന്നതല്ലാതെ ആളുകൾക്ക് പേടി മാറുന്ന തരത്തിലുള്ള ഒരു സമീപനവും ഉണ്ടാകുന്നതായിട്ട് തോന്നിയില്ല. പിന്നെ ഉള്ളത്, ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയായിട്ട് ഏലങ്കുന്നേല സുധചേച്ചി എന്ന് പറയുന്നയാളുടെ വീടിൻ്റെ പുറകുവശത്ത് വെച്ച് പുലിയെ കണ്ടതായിട്ട് ആ ചേച്ചി വെള്ളം തിരിക്കാൻ പോയപ്പോൾ പുലിയെ കണ്ടതായിട്ട് പറഞ്ഞു. നമ്മൾ അന്നേരം തന്നെ രാത്രിയിൽ അവിടെ എത്തിയായിരുന്നു. നാട്ടുകാരും ഉണ്ട്. ഫോറസ്റ്റിനെ വിളിച്ചു, ഫോറസ്റ്റുകാരും വന്നു. ക്യാമറ ഇന്നും ആ ചേച്ചി അവിടെ വെച്ച് പുലിയെ കണ്ടെന്ന് പറഞ്ഞു. ഇന്ന് കണ്ടപ്പം 2 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു കുഞ്ഞും ഉണ്ട്, ഒരു മുഴുത്തതും ഉണ്ടെന്ന് പറഞ്ഞു. ആ സ്ഥിതിക്ക് ഫോറസ്റ്റുകാരെ നമ്മൾ അറിയിച്ചു. ഫോറസ്റ്റുകാരെ രാവിലെ തന്നെ വന്നു, ഒരു 2 ക്യാമറയും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ചായിരുന്നു. പക്ഷേ അവർ ഫോണ് എടുക്കുകയോ തിരിച്ചൊന്ന് നമ്മളോട് പ്രതികരിക്കാനായിട്ട് മനസ്സ് വെക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ ഭീതി മാറുന്നില്ല. നാളെ മുതൽ സ്കൂൾ തുറക്കുവാണ്, പിള്ളേർക്ക് സ്കൂളിൽ പോകണം. കാട്ടിൽ നിന്നാണ് ഈ ആളുകളെല്ലാം വെള്ളം തിരിക്കുന്നത്. അവർക്ക് പേടിയായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആ സാഹചര്യം മാറാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയും വേണ്ടപ്പെട്ട ഫോറസ്റ്റ് ഓഫീസറും ഒക്കെ വേണ്ടപ്പെട്ട നടപടി സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നത് സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകൾ വൃത്തിയാക്കാത്തത്, കാടുകൾ വെട്ടിത്തെളിക്കാത്തത് ഇതിന് ഏറ്റവും കൂടുതൽ വലിയൊരു കാരണമാവുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിന് എന്തൊരു നടപടി പഞ്ചായത്ത്? ഒത്തിരിയേറെ ആളുകളുടെ, ഇവിടെ താമസമില്ലാത്ത ആളുകളുടെ പറമ്പ് കാട് കയറി കിടക്കുന്നതായിട്ട് അവിടെയുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ അത് കുറേ പേരൊന്ന് വന്നിട്ട് ഇവിടെ സ്ഥലം മേടിച്ചിടുന്നു. പക്ഷേ അവരതിനകത്ത് ആദായം പെറുക്കാനായിട്ട് മാത്രമാണ് വരുന്നത്. കാട് തെളിക്കുന്നതിനെ പറ്റി യാതൊരു ചിന്തയില്ല. നമ്മൾ 1-2 പേരെയൊക്കെ വിളിച്ചായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് പ്രതികരിച്ചത് എന്നാന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് അത് തെളിക്കാനുള്ള സാമ്പത്തികമില്ല എന്നൊക്കെയാണ്. പഞ്ചായത്തിൽ നമ്മൾ അതിനെപ്പറ്റി അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പഞ്ചായത്തുകാർ അതിന് വേണ്ടുന്ന നടപടിയൊന്നും കൈക്കൊണ്ടതായിട്ട് തോന്നുന്നില്ല. കുന്നത്തൂർ പാടിയിലെ ജനങ്ങളുടെ ആശങ്കകളാണ് ഇപ്പോൾ ട്രൂ മീഡിയ കേരളയിലൂടെ നമ്മൾ കണ്ടത്. അധികൃതർ ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് ഇവർ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇവിടെ ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്, റബ്ബർ വെട്ടാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ വളർത്തുമൃഗങ്ങളെ തുടർച്ചയായി ഇവിടെ നിന്ന് വന്യജീവി പിടിക്കുന്നു. അതോടൊപ്പം തന്നെ പേടിച്ചിട്ട് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. നാളെ സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇവിടുന്ന് കാൽനടയായി ഇപ്പോൾ സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്. ഈ വന്യജീവി ശല്യം കാരണം ഇവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുക എന്നാണ് ഇവിടുത്തെ നാട്ടുകാരും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പറയുന്നത്. വീട്ടമ്മ ഇന്നലെ പുലിയെ കണ്ട് പേടിച്ചപ്പോൾ പനി പിടിച്ചിട്ടാണുള്ളത്. മരുന്നിന് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഒരുപാട് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇത് പഞ്ചായത്തിന്റെ അധികൃതരുടെ ഒക്കെ നേതൃത്വത്തിൽ തന്നെ ഇത് വെട്ടി തെളിച്ച് വന്യജീവികൾക്ക് താമസിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ ഇങ്ങോട്ടേക്ക് പുലി അതുപോലെയുള്ള വന്യജീവികൾ ജനവാസ മേഖലയിൽ എത്താതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുക. അങ്ങനെയുള്ള നടപടികളൊക്കെ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ ഇപ്പോൾ ട്രൂ മീഡിയയോട് പറയുന്നത്. ഇത് കാണുന്ന അധികൃതർ വന്യജീവിയാണ്, ഒരു ക്യാമറ വെച്ച് പിറ്റേ ദിവസം വന്ന് ക്യാമറ എടുത്തിട്ട് പോവുക, അങ്ങനെ പോയതുകൊണ്ട് കാര്യമില്ല. മനുഷ്യജീവൻ പൊലിഞ്ഞിട്ട് ഇവിടെ ഓടിയെത്തിയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് മനുഷ്യജീവൻ പോകുന്നതിന് മുൻപായി ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇത് തന്നെയാണ് ട്രൂ മീഡിയ കേരളയുടെ ആവശ്യം. ഇത് കാണുന്ന അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയാൽ പോരാ, ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ട്രൂ മീഡിയ കേരള. Education is not just about books. It's about building character, confidence, and a bright future. At St. John Baptist EMHSS, we believe every child is unique. With experienced teachers, modern classrooms, and a caring environment, we nurture young minds to dream big and achieve more. From strong academics and creative arts to sports, technology, and life skills, we focus on all-round development. A safe campus, value-based education, and personal attention for every student
Make St. John Baptist EMHSS a second home for your child. Admissions are now open. Give your child the best foundation for a successful tomorrow. Contact 9495 373804.